നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തൃതീയ സ്കന്ധത്തിൽ കാശി രാജപുത്രിയുടെ സ്വയംവരമാണ് വായിച്ചത്. ഇനി അടുത്തതായിട്ട് വായിക്കുന്നത് സുദർശനാഗമനം ആണ്. ഏകോനവിംശോധ്യായ സുദർശനാഗമനം. വ്യാസ ഉവാച ഭർത്രാ സാ അഭിഹിതാ ബാലാ പുത്രീം കൃത്വാംഗസംസ്ഥിതാം ഉവാച വചനം ശ്ലഷ്ണം സമാശ്വാസ്യ സുജിസ്മിതാം. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് രാജ്ഞി പുത്രിയെ വിളിച്ച് മടിയിലിരുത്തിയിട്ട് നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു, കിം വൃഥാ സുദതി ത്വം ഹേ വിപ്രിയം മമ ഭാഷസേ പിതാ തേ ദുഃഖമാപ്നോതി വാക്യേനാനേന സംവ്രതേ. എന്തിനാണ് മകളെ നീ എന്നോട് വെറുതെ വിപ്രിയം പറയുന്നത്? നീ വ്രതശുദ്ധി ഉള്ളവളാണ്. നിന്റെ വാക്ക് അച്ഛനെ എത്ര വേദനിപ്പിക്കുന്നു എന്ന് നിനക്കറിയാമോ? സുദർശനോ ഭാഗ്യോ രാജ്യഭ്രഷ്ടോ നിരാശ്രയാ ബാലകോശവിഹീനശ്ച പരിത്യക്തസ്തു ബന്ധവേ. അത്യന്തം ദുർഭാഗ്യവാനാണ് സുദർശനൻ. രാജ്യഭ്രഷ്ടനും നിരാശ്രയനുമാണ്. അവന് സൈന്യങ്ങളോ ധനമോ ഇല്ല. ബന്ധുക്കളെല്ലാം അവനെ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രാസഹവനം പ്രാപ്ത ഫലമൂലാശന കൃശ നതേ യോഗ്യോ വരോ അയം വൈ വനവാസി ചതുർഭഗാം. അമ്മയോടൊത്ത് വനത്തിൽ വസിക്കുന്നു. ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് മെലിഞ്ഞവനാണ്. ഭാഗ്യം കേട്ട ആ വനവാസി നിനക്കു ചേർന്നവനേ അല്ല. രാജപുത്ര കൃതപ്രജ്ഞാരൂപവന്ത സുസന്മത തവാർഹാ പുത്രി സന്ധ്യന്യേ രാജജേ നൈരലങ്കൃത. നല്ല ബുദ്ധിമാന്മാരും സൗന്ദര്യമുള്ളവരും സുസമ്മതരും രാജചിഹ്നങ്ങളാൽ വിഭൂഷിതരുമായ മറ്റ് അനേകം രാജകുമാരന്മാരും ഉണ്ടല്ലോ മകളെ നിനക്ക് ചേർന്നവരായിട്ട്. ഭ്രാതാ അസ്യ വർത്തതേ കാന്താ സരാജ്യം കോസലേഷു വൈ കരോതി രൂപസമ്പന്ന സർവലക്ഷണ സംയുധ. ആ സുദർശനൻ്റെ സഹോദരനാണ് ഇപ്പോൾ കോസല രാജ്യം ഭരിക്കുന്ന ശത്രുജിത്ത്. അവൻ രാജലക്ഷണങ്ങളെല്ലാം തികഞ്ഞവനും രൂപസൗന്ദര്യമുള്ളവനും യോഗ്യനുമാണ്. അന്യച്ഛാകാരണം സുഭ്രു ശൃണു യച്ഛാ തദാ ശ്രുതം യുധാജിത് സതതം തസ്യാവധകാമോ അസ്തി ഭൂമിപ. സുന്ദരി, മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ കേട്ടിടത്തോളം പറയാം. മഹാരാജാവായ യുധാജിത്ത് സദാ അവനെ കൊല്ലാൻ കാത്തിരിക്കുകയാണ്. ദൗഹിത്രാ സ്ഥാപിതസ്തേന രാജ്യേ കൃത്വാതിസങ്കരം വീരസേനം നൃപം ഹത്വാ സമന്ത്ര്യ സജീവൈ സഹ. വലിയ യുദ്ധം ചെയ്ത് വീരസേന മഹാരാജാവിനെ വധിച്ച ശേഷം മന്ത്രിമാരുമായി കൂടി ആലോചിച്ചിട്ടാണ് അദ്ദേഹം ദൗഹിത്രനെ രാജാവകാശിയായി വാഴിച്ചിരിക്കുന്നത്. ഭരദ്വാജാശ്രമം പ്രാപ്തം ഹന്തു കാമാ സുദർശനം മുനിനാ വാരിതാ പശ്ചാചകാമാ നിജമന്ദിരം. സുദർശനനെ കൊല്ലാൻ വേണ്ടി യുധാജിത്ത് ഭരദ്വാജാശ്രമത്തിലും ചെന്നിരുന്നു. മഹർഷി തടഞ്ഞതുകൊണ്ട് ആണ് പിന്നീട് അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയത്. ശശികലോവാച മാധർമ്മമേപ്സിതാ കാമം വനസ്ഥോ അഭിനൃപാത്മജ ശര്യാദിവചനേനൈവ സുകന്യാ ച പതിവ്രത. വനത്തിൽ കഴിയുന്നവനാണെങ്കിലും അമ്മേ, എനിക്കിഷ്ടപ്പെട്ടത് ആ രാജകുമാരനെയാണ്. പിതാവായ ശര്യാദിയുടെ വാക്ക് അനുസരിച്ചതു തന്നെയാണല്ലോ പതിവ്രതയായ സുകന്യ. ചവനം ചയതാ പ്രാപ്യ പതി ശുശ്രൂഷണരതാ ഭർതൃശുശ്രൂഷണം സ്ത്രീണാം സ്വർഗതം മോക്ഷദം തഥാ. ചവനനെ ഭർത്താവായി വരികയും പതിശുശ്രൂഷയിൽ മുഴുകുകയും ചെയ്തത്. ഭർതൃപരിചരണം സ്ത്രീകൾക്ക് സ്വർഗത്തെയും അതുപോലെ മുക്തിയെയും നൽകുന്നു. അകേതവകൃതം നൂനം സുഗതം ഭവതി സ്ത്രീയാ ഭഗവത്യാ സമാദിഷ്ടം സ്വപ്നേ വരമനുത്തമം. നിഷ്പഷ്ടമായി ചെയ്യുന്ന ഭർതൃപരിചരണം സ്ത്രീകൾക്ക് സുഖപ്രദമായി ഭവിക്കുക തന്നെ ചെയ്യും. ഉത്തമനായ ആ രാജകുമാരനെ വരിക്കാൻ ഭഗവതി എന്നോട് സ്വപ്നത്തിൽ ആജ്ഞാപിച്ചിരിക്കുന്നു. തമൃതേ അഹം കഥം ചാന്യം സംശയാതേ നൃപാത്മജം മച്ചിതദ്ധിതൗ ലിഖിതോ ഭഗവത്യാ സുദർശനാത്തം വിഹായ പ്രിയം കാന്തം കരിഷ്യേ അഹം ന ചാപരം. ആ രാജകുമാരനെ വിട്ട് ഞാൻ എങ്ങനെ ഒരു അന്യരാജകുമാരനെ ആശ്രയിക്കും? എൻ്റെ ഹൃദയഭിത്തിയിൽ ഭഗവതി ജഗദംബിക സുദർശനൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അവനൊഴികെ മറ്റാരെയും ഞാൻ പ്രിയനായ ഭർത്താവായി സ്വീകരിക്കുകയില്ല. വ്യാസ ഉവാച
പ്രത്യാധിഷ്ഠാതാ വൈദർഭി തയാ ബഹുനിദർശനൈ. അവൾ അങ്ങനെ അനേകം യുക്തികൾ ഉന്നയിച്ച് വൈദർഭിയെ പിന്തിരിപ്പിച്ചു. ഭർത്താരം സർവമാചഷ്ട പുത്രോക്തം വചനം വൃശം വിഹായ വിവാഹസ്യാധിനാദർവാഘാപ്തം ശ്രുതസമന്വിതം. രാജ്ഞി പുത്രി പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊഴിയാതെ രാജാവിനെ ധരിപ്പിച്ചു. വിവാഹ ദിവസത്തിനു മുമ്പായി അവിടെ വന്നു ചേർന്ന വേദവിജ്ഞനായ ഒരു ദ്വിജം ശശികല തത്ര പ്രേഷയാമാസ സത്വരം. യഥാ ന വേദമേതാതസ്തഥാ ഗച്ഛാ സുദർശനം. ബ്രാഹ്മണനെ ശശികല അങ്ങോട്ട് പറഞ്ഞയച്ചു. എൻ്റെ അച്ഛൻ അറിയാത്ത വിധം അങ്ങ് സുദർശനൻ്റെ അടുത്തേക്ക് പോകണം. ഭരദ്വാജാശ്രമേ ബ്രൂഹി ഭദ്വാക്യാതരസാ വിഭോ പിത്രാ മേ സംവൃതകാമം മദർത്ഥേന സ്വയംവര. വേഗം ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് ആ രാജകുമാരനോട് ഞാൻ പറഞ്ഞതായി ഇങ്ങനെ പറയണം. എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ സ്വയംവരത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ആഗമിഷ്യന്തി രാജാന ഫലയുക്താഹ്യനേകശാ മയാത്വം വൈ വൃതശ്ചിത്തേ സർവദാ പ്രീതിപൂർവകം. സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനേകം രാജാക്കന്മാർ വന്നു ചേരും. എല്ലാവിധത്തിലും വളരെ സന്തോഷത്തോടെ ഞാൻ അങ്ങയെ മനസാ വരിച്ചിരിക്കുകയാണ്. ഭഗവത്യാ സമാദിഷ്ടാ സ്വപ്നേ മമ സുരോപമാ വിഷത്മീഹുദാശേവാ പ്രാപതാപി പ്രദീപിതേ. ഹേ ദേവസമാ, ജഗദംബിക സ്വപ്നത്തിൽ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്ന വരനാണ് അങ്ങ്. വിഷം തിന്നുകയോ എരുതിയിൽ ചാടുകയോ ചെയ്യാൻ എനിക്ക് വിഷമമില്ല. വരയേ ത്വദൃതേജ്ഞാന്യം പിതൃഭ്യാം പ്രേരിതാപി വാ മനസാ കർമ്മണാ വാചാ സംവൃതസ്ത്വം മയാ വര. എന്നാൽ അച്ഛനമ്മമാർ നിർബന്ധിച്ചാൽ പോലും അങ്ങ് ഒഴികെ മറ്റൊരാളെ ഞാൻ മനസാ വാചാ കർമ്മണ വരിക്കുകയില്ല. അതുമാത്രം എനിക്ക് സാധ്യമല്ല. അങ്ങയെ ഞാൻ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു. ഭഗവത്യാ പ്രസാദേന ശർമ്മവാഭ്യാം ഭവിഷ്യത്തെ ആഗന്തവ്യം ത്വയാത്രൈവ ദൈവം കൃത്വാ പരം ഫലം. ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്കിരുവർക്കും സുഖം ലഭിക്കും. അതുകൊണ്ട് ഈശ്വരനെ തന്നെ ഏറ്റവും വലിയ സൈന്യമെന്നും കരുതി ഈ സ്വയംവരത്തിന് വരിക തന്നെ വേണം. യദധീനം ജഗത്സർവം വർത്തതേ സചരാചരം ഭഗവത്യാ യഥാദിഷ്ടം ന തന്മിഥ്യാ ഭവിഷ്യതി. ചരാചരാത്മകമായ ഈ ജഗത്ത് മുഴുവൻ ആർക്ക് അധീനമാണോ ആ ദേവി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരിക്കലും മിഥ്യയാവുകയില്ല. യദുഷേ ദേവതാ സർവാ വർത്തന്തെ ശങ്കരാധയാ വക്തവ്യോസൗ ത്വയാ ബ്രഹ്മൻ ഏകാം ദേവൈ നൃപാത്മജ. ശങ്കരാദിദേവന്മാരെയെല്ലാം ആ ദേവിക്ക് അധീനരായി പ്രവർത്തിക്കുന്നു. ഹേ ബ്രാഹ്മണ, അങ്ങ് ആ രാജകുമാരനെ ഏകാന്തതയിൽ ഈ കാര്യം ധരിപ്പിക്കണം. യഥാ ഭവതി വേ കാര്യം തത്കർത്തവ്യം ത്വയാ നഘാ ഇത്യുക്ത്വാ ദക്ഷിണാം ദത്വാ മുനിർവ്യാപാരിതസ്തയാ. നിഷ്കളങ്കനായ ഹേ ബ്രാഹ്മണ, എൻ്റെ ഈ കാര്യം എങ്ങനെ നിറവേറ്റാൻ കഴിയുമോ അങ്ങനെ അങ്ങ് പ്രവർത്തിച്ചാലും. ഇങ്ങനെ പറഞ്ഞ് ദക്ഷിണയും നൽകിയിട്ട് അവൾ ബ്രാഹ്മണനെ യാത്രയാക്കി. ഗത്വാ സർവം നിവേദ്യാശു തത്ര പ്രത്യാഗതോ ദ്വിജാ സുദർശനസ്തു തജ്ഞാത്വാ നിശ്ചയം ഗമനേ തഥാ ചകാരാ മുനിനാ തേന പ്രേരിതാ പരമാധരാത്. ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് സുദർശനനെ വിവരമെല്ലാം ധരിപ്പിച്ച ശേഷം ബ്രാഹ്മണൻ വളരെ വേഗം മടങ്ങിയെത്തി. സുദർശനൻ അതെല്ലാം കേട്ടു. വളരെ ആദരവോടെ ആ ബ്രാഹ്മണൻ പ്രേരിപ്പിച്ചതിനാൽ സ്വയംവരത്തിന് പോകണമെന്ന് സുദർശനനും അപ്പോൾ തന്നെ തീരുമാനിച്ചു. വ്യാസ ഉവാച ഗമനായോധ്യതം പുത്രം തമുവാച മനോരമ. സ്വയംവരത്തിന് പോകാനൊരുങ്ങിയ പുത്രനോട് മനോരമ പറഞ്ഞു. വേപമാനാദി ദുഃഖാർത്ത ജാതത്രാസാശ്രുലോചന കുത്ര ഗച്ഛസി പുത്രാധ്യ സമാജേ ഭൂഭൃതാം കില. പോകാൻ തുനിഞ്ഞ പുത്രനെ കണ്ട് അവളുടെ ശരീരം വിറകൊണ്ടു. വിവശയായി മനസ്സു കലങ്ങി. കണ്ണിൽ അശ്രുക്കൾ നിറഞ്ഞു. അവൾ ചോദിച്ചു, ഇപ്പോൾ നീ എവിടെ പോകുന്നു മകനെ? രാജാക്കന്മാർ കൂടുന്നിടത്തേക്കാണോ? ഏകാകീകൃതവൈരശ്ച കിം വിചിന്യ സ്വയംവരേ യുധാചിദന്തുകാമസ്ത്വം സമേഷ്യതി മഹീപതി. നീ ഒറ്റയ്ക്കേ ഉള്ളൂ.
നിനക്ക് ശത്രുവുമുണ്ട്. എന്തു ചിന്തിച്ചിട്ടാണ് നീ ഈ സ്വയംവരത്തിന് പോകുന്നത്? നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന യുധാജിത് മഹാരാജാവും അവിടെ വരുമെന്ന് ഓർത്തോണം. ന തേ അന്യോസ്തി സഹായശ്ച തസ്മാത് മാ വ്രജപുത്രക ഏകപുത്രാതിഥീനാസ്മി തവാധാര നിരാശ്രയ. അവിടെ നിന്നെ സഹായിക്കാൻ അന്യർ ഒരുവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മകനെ, നീ പോവരുത്. എനിക്ക് നീ ഒറ്റ പുത്രനേയുള്ളൂ. ഞാൻ വളരെ ദുഃഖിതയാണ്. ആശ്രയമില്ലാത്ത എനിക്ക് നീയാണ് ഒരു ആശ്രയം. നാഹർസി ത്വം മഹാഭാഗാ നിരാശാം കർത്തുമധ്യമാം പിതാ തേ നിഹതോ യേന സോ അഭി തത്രാഗതോ നൃപ ഏകാകിനം ഗതം തത്ര യുധാജിത്വാം ഹനിഷ്യതി. മഹാഭാഗനായ നീ എന്നെ ഇപ്പോൾ നിരാശ്രയാക്കി തീർക്കരുത്. നിന്റെ അച്ഛനെ നിഹനിച്ച ആ മഹാരാജാവും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവിടെ വരും. ഏകാകിയായി അവിടെ എത്തുന്ന നിന്നെയും അയാൾ കൊല്ലും. സുദർശന ഉവാച ഭവിതവ്യം ഭവേത്യേവ നാത്ര കാര്യ വിചാരണ. ഭവിക്കേണ്ടത് ഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ആദേശാച്ച ജഗന്മാതുർഗച്ഛാമ്യദ്യ സ്വയംവരേ മാ ശോകം കുരു കല്യാണി ക്ഷത്രിയാസി വരാനനെ നഭിഭേമേ പ്രസാദേന ഭഗവത്യാ നിരന്തരം. ജഗന്മാതാവിൻ്റെ ആദേശമനുസരിച്ച് ഞാൻ ആ സ്വയംവരത്തിന് പോകുകയാണ്. അമ്മ എന്തിനെ ഇങ്ങനെ ദുഃഖിക്കുന്നു? അമ്മ ക്ഷത്രിയാംഗനയല്ലേ? ഭഗവതിയുടെ അഖണ്ഡമായ പ്രസാദമുള്ളത് കൊണ്ട് ഞാൻ അശേഷവും ഭയപ്പെടുന്നില്ല. വ്യാസ ഉവാച ഇത്യുക്ത്വാ രഥമാരൂഹ്യ ഗന്ധുകാമം സുദർശനം ദൃഷ്ട്വാ മനോരമാ പുത്രാമാശീർഭിശ്ചാന്വമോദയത് അഗ്രസ്തേ അംബികാപാദോ പാർവതേ പാദപൃഷ്ഠത. എന്നു പറഞ്ഞ് രഥത്തിൽ കയറിപ്പോകാൻ തുടങ്ങിയ സുദർശനനെ കണ്ട മനോരമ ആശിസ്സുകൾ നൽകി അവനെ അനുമോദിച്ചു. ജഗദംബിക നിന്റെ മുൻവശം കാത്തു സൂക്ഷിക്കട്ടെ. പാർവതീദേവി പിൻപുറവും കാക്കട്ടെ. പാർവതി പാർശ്വയോപാദോ ശിവ സർവത്ര സംപ്രദം വാരാഹേ വിഷമേ മാർഗേ ദുർഗാ ദുർഗേഷു ഹർഹചിത് കാളികാ കലഹേ ഘോരേ പാതുത്വാം പരമേശ്വരി. പാർവതി പാർശ്വങ്ങളും ശിവ എല്ലായിടവും കാത്തു രക്ഷിക്കട്ടെ. വാരാഹി ദുർഘടമായ വഴിയിലും ദുർഘടങ്ങളിലും പരമേശ്വരിയായ കാളി ഘോരമായ കലഹങ്ങളിലും നിന്നെ രക്ഷിക്കട്ടെ. മണ്ഡപേ തത്ര മാതംഗേ തഥാ സൗമ്യേ സ്വയംവരേ ഭവാനി ഭൂപദ്ധ്യേതു പാതുത്വാം ഭവമോചിനി. സ്വയംവര മണ്ഡപത്തിൽ സൗമ്യയായ മാതംഗിയും രാജാക്കന്മാരുടെ മധ്യത്തിൽ ഭവമോചിനിയായ ഭവാനിയും നിന്നെ കാക്കട്ടെ. ഗിരിജാഗിരിദുർഗേഷു ചാമുണ്ഡാ ചത്വരേഷു ച കാമകാ കാനനേഷ്വം രക്ഷതു താം സനാതനി. ഗിരിദുർഗങ്ങളാൽ ഗിരിജവും ചത്വരങ്ങളിൽ ചാമുണ്ഡിയും കാനനങ്ങളിൽ കാമകയുമായി ആ സനാതനി നിന്നെ കാക്കട്ടെ. വിവാദേ വൈഷ്ണവി ശക്തിരവതാത്വം രഘോദ്വഹ ഭൈരവി ചരണേ സൗമ്യേ ശത്രുണാം വൈ സമാഗമേ. ഹേ രഘുകുമാര, വിവാദങ്ങളിൽ നിന്ന് വൈഷ്ണവി ശക്തി നിന്നെ രക്ഷിക്കട്ടെ. ശത്രുക്കൾ വരുമ്പോൾ ഹേ സൗമ്യേ നിന്റെ ചരണങ്ങളെ ഭൈരവി കാക്കട്ടെ. സർവദാ സർവദേശേഷു പാതുത്വാം ഭുവനേശ്വരി മഹാമായ ജഗദ്ധാത്രി സച്ചിദാനന്ദരൂപിണി. മഹാമായും ജഗന്മാതാവും സച്ചിദാനന്ദരൂപിണിയുമായ ഭുവനേശ്വരി എല്ലായ്പ്പോഴും എല്ലാ ദിക്കിലും നിന്നെ പാലിക്കട്ടെ. വ്യാസ ഉവാച ഇക്തിക്വാദം തഥാ മാതാവേപമാന ഭയാകുല ഉവാചാഹം ത്വയാ സാധർമാഗമിഷ്യാമി സർവദാ. മാതാവ് ഇങ്ങനെ പറഞ്ഞ് അവനെ ആശീർവദിച്ചു. ഉടൻ തന്നെ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവൾ സുദർശനോട് വീണ്ടും പറഞ്ഞു, ഞാനും വരികയാണ് നിന്റെ കൂടെ. നിമിഷാർദ്ധം വിനാ ത്വാം വൈ നാഹം സ്ഥാതു വിഹോത്സഹേ സഹൈവ നയമാം വത്സ യത്ര തേ ഗമനേ മതി. അരനിമിഷം പോലും നിന്നെ പിരിഞ്ഞിവിടെ എനിക്ക് കഴിയാൻ സാധ്യമല്ല. കുഞ്ഞെ, നീ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ. ഇത്യുക്ത്വാ നിസ്സൃതാ മാതാ ധാത്രേയേ സംയുതാ തഥാ വിപ്രൈർദധാശിഷ സർവേ നിര്യയുർഹർഷസംയുധ. എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയും ധാത്രിയും കൂടി പോകാനൊരുങ്ങി. മുനിമാരുടെ ആശംസയോടുകൂടി സസന്തോഷം എല്ലാവരും പുറപ്പെട്ടു. വാരാണസ്യാം തഥാ പ്രാതഃ രഥേനൈകേന രാഘവ ജ്ഞാതാം സുബാഹുന തത്ര പൂജിത ശാർഹടാധിപി. അവർ
വാരാണസിയിലെത്തി. ഒരു രഥവുമായി മാത്രം രഘുകുമാരൻ എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞ സുബാഹു അദ്ദേഹത്തെ യഥാവധി പൂജിച്ചു സൽക്കരിച്ചു. നിവേശാർത്ഥം ഗൃഹം ദത്തമന്നപാനാദികം തഥാ സേവകം സമുനജ്ഞാപ്യ പരിചര്യാർത്ഥമേവച താമസിക്കാൻ ഗൃഹവും അന്നപാനാദികളും നൽകി. പരിചരിക്കുന്നതിനു വേണ്ടി തന്നെ സേവകന്മാരെയും നിയോഗിച്ചു. മിളിതാസ്തത്വധാരാജനോ നാനാദേശാധിപാ കില യുധാജിതവൈ സംപ്രാപ്തോ ദ്രൗഹിത്രേണ സമന്വിത. അപ്പോഴേക്കും നാനാദേശത്തിൻ്റെയും അധിപന്മാരായ രാജാക്കന്മാർ അവിടെ വന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ദൗഹിത്രനോടു കൂടി യുധാജിത്തും അവിടെ വന്നു ചേർന്നു. കരുഷാധിപതൈശ്ചൈവ തഥാ മന്ത്രേശ്വരയോ നൃപ സിദ്ധുരാജസ്തഥാ വീരോ യോധാ മഹേഷ്പതി. കരുഷ രാജ്യത്തിൻ്റെ അധിപതിയും മന്ത്രാധിപതിയും സിദ്ധുരാജാവും വീരയോദ്ധാവുമായ മഹിഷ്മതിപതിയും പാഞ്ചാല പാർവതീയശ്ച കാമരൂപോ അതിവീര്യവാൻ കർണാടക ശോളദേശീയ വൈദർഭശ്ച മഹാബല. പാഞ്ചാല രാജാവും പർവ്വതപ്രദേശത്തെ രാജാവും അതിവീര്യവാനുമായ കാമരൂപനും കർണാടക ചോളദേശാധിപതിമാരും മഹാപരാക്രമശാലികളായ വിദർഭരാജാവും മറ്റും അവിടെ എത്തിച്ചേർന്നു. അക്ഷൗഹിണീ ദൃഷ്ടിശ്ച മിളിതാസംഖ്യയാ തഥാ വേഷ്ടിതാ നഗരീ താസു സൈനീ സർവത്ര സംസ്ഥിതേ. അവിടെ എത്തിച്ചേർന്ന അക്ഷൗഹിണികളുടെ എണ്ണം 63 സർവത്ര നിരന്ന സൈന്യങ്ങളാൽ ആ നഗരി പൂർണ്ണമായി പൊതിഞ്ഞെന്നു പറയാം. ഏതേ ചാന്യേ ച ബഹവ സ്വയം വരതി ദൃക്ഷയാ മിളിതാസ്തത്ര രാജാനോ വരാവരണ സംയുധ. ഇവരും വലിയ ഗജവീരന്മാരോടു കൂടിയ മറ്റു രാജാക്കന്മാരും സ്വയംവരം ദർശിക്കാനായി അവിടെ സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു. അന്യോന്യം നൃപപുത്രസ്ത ഇത്യുച്ചുർമിളിതാസ്തഥാ സുദർശനോ നൃപസുതോ ഹ്യാഗതോ അസ്തി നിരാകുല. അവിടെ എത്തിച്ചേർന്ന രാജകുമാരന്മാർ അന്യോന്യം പറഞ്ഞു, രാജകുമാരനായ സുദർശനനും സ്വയംവരത്തിനു വേണ്ടി ഒരു മടിയും കൂടാതെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകാകീരഥമാരൂഹ്യ മാത്ര സഹ മഹാമതി വിവാഹാർത്ഥമിഹായാത കാകുസ്ത കിം നുസംബ്രത. അമ്മയോടൊപ്പം തേരിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബുദ്ധിമാനായ ആ കാകുസ്തൻ. ഏതാൻ രാജസുതാൻ സ്തക്ത്വാ സൈന്യാൻ സായുധാനധ കിമേനം രാജപുത്രീ സാ വരിഷ്യതി മഹാഭുജം. സൈന്യസമേതം ആയുധധാരികളായി എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാജകുമാരന്മാരെ എല്ലാം ഉപേക്ഷിച്ച് ആ രാജകുമാരി ഈ മഹാബാഹുവിനെ വരിക്കുമോ? യുധാജിതദാ രാജേശ ശസ്താനുവാച മഹീപതി അഹമേവം ഹനിഷ്യാമി കന്യാർത്തേനാത്ര സംശയ. രാജപ്രഗമനായ യുധാജിത്ത് അപ്പോൾ ആ രാജകുമാരനോട് പറഞ്ഞു, ആ കന്യയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ കൊല്ലും, ഒരു സംശയവുമില്ല. കേരളാധിപതി പ്രാഹ തം തഥാ നീതി സത്തമ നാത്ര യുദ്ധം പ്രകർത്തവ്യം രാജനിച്ഛാ സ്വയംവരെ. അപ്പോൾ നീതിസത്തമായ കേരള രാജാവ് പറഞ്ഞു, രാജാവേ, അത് ഇച്ഛാസ്വയംവരമാണ്, ഇവിടെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. ഫലേനാഹരണം നാസ്തി നാത്ര ശുൽക സ്വയംവരം കന്യേ ച യാത്ര വരണം വിവാദാകീദ്യശസ്തിഹ. കന്യകയെ ഫലമായി കൊണ്ടുപോകാനും പാടില്ല, കാരണം ഇത് ശുൽക സ്വയംവരമല്ല, കന്യക ഇച്ഛിക്കുന്ന വരമാണ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വിവാദത്തിന് ഒരു കാര്യവുമില്ല. അന്യായേന ത്വയാ പൂർവമസൗ രാജ്യാത് പ്രവാസിത ദൗഹിത്രായാർപ്പിതം രാജ്യം ഫലവൻ നൃപസത്തമ. ഹേ രാജസത്തമ, ഒരു ന്യായവുമില്ലാതെ പണ്ട് അങ്ങ് ഇവനെ രാജ്യഭ്രഷ്ടനാക്കി. ബലാത്കാരേണ രാജ്യം ദൗഹിത്രനും നൽകി. കാകുസ്തോയം മഹാഭാഗ കൗസലാധിപതേ സുധാ കഥമേനം രാജപുത്രം ഹനിഷ്യസി നിരാഘസം. ഏ മഹാഭാഗ, കാകുസ്തനായ ഈ രാജകുമാരൻ കോസല രാജാവിൻ്റെ പുത്രനാണ്. ഒരു പാവവും ചെയ്യാത്ത ഈ രാജപുത്രനെ അങ്ങ് എന്തിനു വധിക്കുന്നു? ലപ്സ്യസേ തത്ഫലം നൂനമനസ്മയസ്യ നൃപോത്തമ ശാസ്താസ്തി കഞ്ചിതായുഷ്മാൻ ജഗതോ അസ്യ ജഗത്പതി. ആയുഷ്മാൻ, ഈ നയമില്ലായ്മ കൊണ്ടുള്ള ഫലം അങ്ങ് തീർച്ചയായി അനുഭവിക്കും. ജഗത്പതിയായ ഒരാൾ ഈ ജഗത്തിൻ്റെ ശാസകനായിട്ടുണ്ട്. ധർമ്മോ ജയതി
നാധർമാ സത്യം ജയം ദിനാമൃതം മാ അനയം കുരു രാജേന്ദ്ര ത്യജ പാപമതിം കില. ധർമ്മമാണ് ജയിക്കുന്നത്, അധർമ്മമല്ല. സത്യമാണ് ജയിക്കുന്നത്, അസത്യവുമല്ല. രാജാവെ, നയമില്ലായ്മ കാട്ടരുത്, പാപബുദ്ധി ഉപേക്ഷിക്കൂ. ദൗഹിത്രസ്തവ സംപ്രാപ്ത സോ അഭിരൂപസമന്വിത രാജയുക്തസ്തദാ ശ്രീമാൻ കഥം തം ന വരിഷ്യതി. അങ്ങയുടെ ദൗഹിത്രൻ വന്നിട്ടുണ്ടല്ലോ, അവനും രൂപസൗന്ദര്യമുള്ളവനാണ്, രാജ്യവും ഉണ്ട്, അതുപോലെ ശ്രീ തികഞ്ഞവനുമാണ്. എന്തുകൊണ്ട് രാജകുമാരി അവനെ വരിക്കുകയില്ല? അന്യേ രാജസുതാ കാമം വർത്തന്തേ ബലവത്തര കന്യാ സ്വയംവരേ കന്യാ സ്വീകരിഷ്യതി സമ്പ്രദം. ബലവാന്മാരായ മറ്റ് അനേകം രാജാക്കന്മാർ വന്നിട്ടുണ്ടല്ലോ, കന്യാ സ്വയം വരിക്കുന്ന ഈ വിവാഹത്തിൽ അവൾ ആരെയെങ്കിലും സ്വീകരിക്കും. വൃതേ തഥാ വിവാദാക പ്രവദന്തോ മഹേഭുജ പരസ്പരം വിരോധോ അത്ര ന കർത്തവ്യോ വിജാനത. അങ്ങനെ വരിക്കെ എന്തിന് വിവാദം? രാജാക്കന്മാരെ, നിങ്ങൾ പറയിൻ, മറിവുള്ളവർ പരസ്പരം വിരോധമുണ്ടാക്കരുത്. ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഏകോനവിംശോऽധ്യായः. ഓം മഹാദേവേ നമഃ.